ഹലോ ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, അൽഹംദുലില്ലാ. എല്ലാവരും റാഹത്തായിട്ട് പോട്ടെ. പിന്നെ എനിക്ക് സുഖമാണ്. തണുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ സ്വാഗതമാണ്, മൂന്നാമത്തെ ഉണ്ടാവില്ല. പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എന്താണ്, ഞാൻ പൂള പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 4 കിലോ. അതിൽ നിന്ന് ഒരു 2 കിലോ ഉണ്ടാവും ഉണക്കി കഴിഞ്ഞാൽ. അത് ഒരു 2 കിലോ ഇതാ പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഞങ്ങളിവിടെ കാടി എന്ന് പറയാം, മറ്റുള്ളിടത്തെല്ലാം പുയിക്ക് എന്ന് പറയും. അതിനിപ്പോൾ ഇതിൻ്റെ പൊടി വേണോ, പൂളൻ്റെ പൊടി വേണോ, ഇതൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങി ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ പച്ചപ്പൂള വാങ്ങി ഉണക്കി വെച്ചാൽ കൈകിട്ട് ചെറുതായിട്ട് ചെത്തിയിട്ടിട്ട്, പിന്നെ ഇളമ്പക്കേൻ്റെ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളമ്പക്ക ഇപ്പോൾ മറ്റുള്ളിടത്തെല്ലാം പറയുക എന്തെന്നാൽ കക്ക. പിന്നെ കുറച്ച് കാന്താരിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് അതിൻ്റെ ഓരുണ്ട്, ഇത് പുഴുങ്ങിയ ഓര് കിട്ടും, അത് ഒഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഞാൻ പിന്നെ വെള്ളം വെക്കട്ടെ, കത്തിക്കട്ടെ. ഒന്ന് മാറ്റി വെക്കട്ടെ, വലിയ അടുപ്പിൽ വെക്കട്ടെ. ഇത് വേണ്ട, ഇത് വേഗം ആവില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കട്ടെ. അതിൽ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ അതിൽ ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് മതി, നമുക്ക് അതിൽ ഉപ്പുണ്ടാവും, ഓറിൽ ഉപ്പുണ്ടാവും, എന്നാലും അത്യാവശ്യം ഉപ്പ് വേണം. ഇതിൻ്റെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്, കുറച്ച് പകുതി ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം പഴയ നൊസ്റ്റാൾജിയാണ്. നമുക്ക് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പൂളൊക്കെ നമ്മൾ പോയി തെണ്ടൊന്നും വേണ്ട. പൂള നമ്മളെ വീട്ടിൻ്റെ അടുത്തെല്ലാം പച്ചപ്പൂള കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യുക, നല്ലോണം വാങ്ങി 100 റുപ്യക്ക് നമ്മൾ മതിച്ചെടുക്കുമ്പോൾ 100 റുപ്യക്ക് 5 കിലോ ഒക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങി ചെറുതായിട്ട് ഇതിൽ പച്ചമുളകും കറിവേപ്പിലയും കാന്താരി ഇട്ട് കൊടുക്കണേ. കാന്താരിയെല്ലാം ഇടുമ്പോൾ ഒരു ചെറിയ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, കാന്താരിൻ്റെ ഒരു ചോയ. മുമ്പൊക്കെ എൻ്റെ ഉമ്മക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാന്നറിയോ, അങ്ങനെ തന്നെ പൊടിച്ച് ഉരുളിയിലിട്ട് ഇടിച്ചോണ്ട് വരും. പിന്നെ ഇതിലേക്ക് എന്താക്കിയേക്കോ, ഇതിലേക്ക് ഇങ്ങനെ ശരിയാക്കി അവിടെ വെക്കും. അപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ, തിളക്കട്ടെ. അപ്പോൾ ഇത് വെള്ളം തിളച്ചാലാന്നേ ഇതിട്ട് കൊടുക്കാവൂ. ഇളമ്പൊക്കെ ഇറച്ചി ഇട്ട് കൊടുക്കാവൂ. എൻ്റെ സൗണ്ട് കൊണ്ട് ഒരു ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കുറേ ദിവസമായി, 2 ആഴ്ചയോളമായി ഇങ്ങനെ. പിന്നെ 2 ആഴ്ചയായി മാറുന്നില്ല. വെള്ളം തിളക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അധികം കളർ വേണ്ട, ചെറിയൊരു ലൈറ്റ് കളറ്. ഇതൊന്നും ഇപ്പോഴാരും ഉണ്ടാക്കി തിന്നൊന്നുമില്ല. ഞാനിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, കുട്ടികൾക്കും കൊടുക്കും. നമ്മൾ പഴയ ഭക്ഷണമാണല്ലോ, പഴയ ഭക്ഷണ രീതിയിൽ നമ്മൾ മക്കൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. നമ്മളെയൊക്കെ കാലം കഴിഞ്ഞാൽ ഓല് പറയല്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മാമ വെളിയും ചെറിയ വെളിയില്ലേ പറമ്പിലെല്ലാം ഉണ്ടാകുന്നത്, അതും മറ്റേ പൂളയൊക്കെ കൂടി ഞങ്ങൾക്ക് പോയി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കളിക്കുന്ന ചെറിയ കുട്ടികളായപ്പോൾ ആ തറവാട്ടിൽ നിന്ന്. ഇപ്പം അന്നത്തെ തിന്ന ടേസ്റ്റ് ഇന്നും മനസ്സിൽ, എൻ്റെ എന്താ പറയുക, ആ രുചി ഇന്നും നാവിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ പറയുമല്ലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ.
അപ്പോൾ നമ്മൾ ഇത് ഈന്ത് അങ്ങനെയുള്ള മധുരക്കിഴങ്ങ് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഇതെല്ലാം നമ്മളെ നാട്ടിൽ എപ്പോഴും കിട്ടുന്നതല്ലേ ഈ സാധനം. വേഗം കഴിയും. എന്തായാലും ഈ ഓരിൽ ബാക്കി ഓരുണ്ടല്ലോ, ഇതിൻ്റെ ബാക്കി ഇത് പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ ഓര്, അതിൽ ഇതിൻ്റെ കല്ലുമുക്കായനെ നമ്മൾ എടുക്കൂല, പക്ഷേ എളുമ്പൊക്കെ തന്നെ എടുക്കും. ഇതിൽ ലേശം പുളിയും കാന്താരിയൊക്കെ ചാലിച്ചിട്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ കൂട്ടും. അപ്പം ഇതൊന്നും പുതിയ രീതിയിലുള്ള ഭക്ഷണമല്ല, പാർട്സ് ഫുഡല്ല. ഫാസ്റ്റ് ഫുഡല്ലാണെങ്കിലല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിട്ട് കൊടുക്കുക. ഇളമ്പൊക്കെ ഇട്ടുകൊടുത്ത്, ഇളമ്പക്ക വലിയ ഇളമ്പൊക്കെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 3 ദിവസം വെയിൽ കൊള്ളിക്കണം, നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ കയറണം. അങ്ങനെ ഇതിടുമ്പോൾ തന്നെ കുറുകി വരും. അപ്പം ഇത് തീർത്തൊന്നും ഞാനിപ്പോൾ ഇടൂല. എന്തായാലും ഇങ്ങനത്തെ ഒരു 4 5 ഇടും, അല്ലെ 4.5 ഇടും, അത്രേ വേണ്ട. ബാക്കി എനിക്ക് പുട്ടുണ്ടാക്കണം. ഇതിങ്ങനെ തന്നെ കുഴച്ച് പുട്ടുണ്ടാക്കുക. ഇതല്ലാണ്ട് പകുതി ഈ പൊടി എടുക്കുക, പകുതി പുട്ടിൻ്റെ പൊടി എടുത്തിട്ടും ചൂടാം. അതുപോലെ പച്ചപ്പൂളയും ചൂടാം. പച്ചപ്പൂള ചുരണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റെല്ലാം ചുരണ്ടുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ പച്ചപ്പൂള ചുരണ്ടിയിട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ആ മട്ട അങ്ങോട്ട് കളഞ്ഞിട്ട് അതിൽ അരിപ്പൊടി ഇട്ട് കുഴച്ചിട്ട് പുട്ട് കിട്ടും. അത് നല്ല രസമുണ്ടാവും. നല്ല മണമുണ്ട്. ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചോറിലായത് എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഇതാക്കി വെച്ചിട്ട് ആങ്ങളെ വരും. ഇപ്പോൾ ഞാൻ ചോറും കഞ്ഞി കൊടുത്തിട്ട്, അപ്പോൾ ഇത് തിളക്കുന്നുണ്ട്. തിളച്ച് വരുന്നയാൾ പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ പുഴ അടുത്തുണ്ടല്ലോ, ഫ്രീ ആയിട്ട് ഇത് കിട്ടുമായിരുന്നു. എന്താ ഇളമ്പക്ക, അതായത് ഈ കക്ക ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് അതിൻ്റെ തോടുണ്ടല്ലോ, അതിൻ്റെ ഷെല്ല്, അത് ഓലിക്ക് തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്താൽ മതി. അന്ന് അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ സ്വർണം തരുമ്പോലെ ഇത് സാധനം തരുന്നത് കിട്ടാനില്ല എന്ന് പറയുന്നത്. സുനാമിയൊക്കെ വന്നിട്ട് ഇതൊക്കെ വംശനാശം സംഭവിച്ചോ ഇല്ലേ. ഇപ്പം ഞാനിതാ പൊടിയിടുകയാണ്. പൊടിയിടുമ്പോൾ ഇങ്ങനെ താറ്റിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, കട്ടെല്ലാം ഉടച്ചെടുക്കണം. മൂന്നേ ഇടുന്നുള്ളൂ. ഇതിപ്പം കട്ടയായിട്ട് തോന്നും. ഞാനത് ഇളക്കിക്കൊണ്ട് വരുമ്പോൾ രുചിയൊന്ന് കുറക്കട്ടെ. കൈമ തെറിക്കും. ഇതിന് ഭയങ്കര തെറിക്കല. കട്ട ഇങ്ങനെ അങ്ങ് ഉടച്ചുടച്ചെടുത്താൽ മതി. എന്തായാലും ഉണ്ടാക്കി എല്ലാവരും കഴിക്കും.
കഴിച്ച് വെക്കണം. മക്കൾക്കെല്ലാം അത് ഉണ്ടാക്കി കൊടുക്കണം. കുറച്ചൊന്ന് അധ്വാനിച്ചാൽ മതിയല്ലോ. പൂളയിനിപ്പോൾ ഉണക്കപ്പൂള കിട്ടിയില്ലെങ്കിലും വാങ്ങിയിട്ട് 2 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കഴിക്കാനുണ്ടാവും. പിന്നെ ഇത് വാങ്ങി പൊടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഒന്നും ആവില്ല. കൊല്ലം എടുക്കാൻ പറ്റും. ഇന്നലെ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇടാനുണ്ട്. ഉണക്കപ്പൂള കൊണ്ട് ഇങ്ങനെ മുട്ട പിടിക്കുന്നു. പിന്നെ ഒരാളിടുമ്പോൾ ഒരാളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കൈമേൽ ക്യാമറയും ഒരു കൈ കൊണ്ട് ചെയ്യുന്നത്. ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു 500 പൊടി ഞാനിട്ട് ഇട്ടിട്ടുണ്ടാവും. 500 ഇട്ടിട്ടുണ്ടാവും. അതിന് 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോണ്ട. ഇത് ഈ കെനിയക്കാരൊക്കെ ഉണ്ടല്ലോ, കെനിയക്കാർ ഇതെന്താ ചെയ്യാന്നറിയാം നിങ്ങൾ? ഇങ്ങനെ തന്നെ പൊടി ഒലിക്ക് പാക്കറ്റ് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. ഇപ്പോൾ ദുബായിൽ, സൗദിയിൽ, ഖത്തറിലൊക്കെ ഉണ്ട്. എന്നിട്ട് അതവർ വാങ്ങിക്കൊണ്ടായിട്ട് അതിങ്ങനെ ഉണ്ടാക്കും. കെനിയക്കാർ, ഇന്തോനേഷ്യക്കാർ പോലെ എന്താ ചെയ്യാന്നറിയോ? ഇങ്ങനെ തന്നെ ഉപ്പും വെള്ളത്തിൽ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ വിരകി എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കി വെക്കും പ്ലേറ്റിൽ. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ നല്ല ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കും. നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനെ കഴിക്കൂല. ഇങ്ങനെയല്ലേ വിട്ടിട്ട് കഴിക്കും. ഇതുപോലെ കഴിക്കും. ഇത് നമ്മൾ ഉള്ളിവട പൊരിക്കും പോലെ പൊരിക്കുക. കുറച്ചിട്ടിട്ട് കുറച്ച് മസാല ഒക്കെ ചേർത്ത് ഉള്ളിയെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്നായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. കണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ചോറ് തിന്നു, അതിൻ്റെ കൂടെ കുറച്ച് ഇത് തിന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. ഇതിപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഒന്ന് ഞാൻ മൂടി വെക്കട്ടെ. കുളിച്ച് നിസ്കരിച്ചിട്ട് പോവാനുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണേ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും. ആരും കമൻ്റ് എഴുതലില്ല, ഒന്നും പറയലില്ല. എന്നാലും ലൈക്കും ഷെയറും ചെയ്യും. എല്ലാവരും കാണുക. പിന്നെ നമ്മളൊരു പാരമ്പര്യമായ ഭക്ഷണമല്ലേ, പുറത്തുനിന്നൊന്നും വന്നല്ല. നമ്മളെ നാട്ടിലുള്ള ഭക്ഷണം തന്നെയാണല്ലോ മുമ്പ് നമ്മളെ മുൻഗാമികളെല്ലാം ഉണ്ടാക്കി കഴിച്ച് ഭക്ഷണമാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, അഭിപ്രായം പറയുക, സബ്സ്ക്രൈബർമായി മറക്കാതെ ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അതെല്ലാം വേണ്ടും, വേറൊന്നും വേണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് കണ്ട അതിൻ്റെ ഓക്കെ. പിന്നെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, മഅസ്സലാമ. കണ്ടല്ലോ, ഇനിയിപ്പോൾ എല്ലാവരും തിന്നൊക്കെ. ഞാൻ ദേശം എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഉപ്പങ്ങാൻ പോരാത്തുണ്ടോ നോക്കട്ടെ. എല്ലാം കറക്റ്റാണ്. ആവശ്യത്തിന് എരിവുണ്ട്. എന്താണെന്നോ, ഞാൻ കാന്താരിയാണ് ഇട്ടത്. അധികം ഞാൻ കാന്താരി കിട്ടുമെങ്കിൽ കാന്താരി തന്നെ ഇടും, കുഴപ്പമില്ല. ചുവന്ന മുളകൊന്നും ഇതിലിടാൻ പാടില്ല. ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കാന്താരിയും പച്ചമുളകും. മുമ്പൊന്നും ഒന്നും ഇടൂല. വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ഇളമ്പക്കയും മാത്രം ഇട്ടിട്ട് ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ തിന്ന ഒരു ടൈമില്ലായിരുന്നു. ഓക്കെ, ഇതൊന്നും ചില ആൾക്കാർക്ക് അറിയാനേ പറ്റൂല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് കണ്ടല്ലോ. എല്ലാവരും ഉണ്ടാക്കുക, എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, മക്കൾക്കെല്ലാം കൊടുക്കുക, അഭിപ്രായം പറയുക. ഓക്കെ ഓക്കെ, മനസ്സിലാവും.
പള്ളിയിൽ നിന്ന് കഴിഞ്ഞിപ്പോൾ ആൾക്കാർ വരും ഇൻഷാ അല്ലാഹ്.